പ്രശസ്ത ഇന്ത്യൻ നടിയായ തമന്ന ഭാട്ടിയ പലപ്പോഴും തന്റെ സ്വകാര്യ ജീവിതം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും നടൻ വിജയ് വർമ്മയുമായുള്ള അവരുടെ ബന്ധം വളരെയധികം ശ്രദ്ധ നേടി. 2023 ലസ്റ്റ് സ്റ്റോറീസ് 2 എന്ന സിനിമയുടെ പ്രമോഷനിടെയാണ് തമന്നയും വിജയും തമ്മിലുള്ള ബന്ധം പരസ്യമായത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധന പ്രകടിപ്പിച്ചു. തമന്ന വിജയെ തന്റെ സന്തോഷകരമായ സ്ഥലമെന്ന് വിശേഷിപ്പിക്കുകയും അവരുടെ ബന്ധത്തിന്റെ തീവ്രത പുറത്തു കാണിക്കുകയും ചെയ്തു. വിജയ് വർമ്മ ഞാൻ നീയുമായി ഭ്രാന്തമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് തമന്നയുടെ സ്നേഹത്തിന് മറുപടി നൽകി. അവർ പങ്കിട്ട സത്യസന്ധതയും തുറന്ന മനസ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. 2025 മാർച്ച് മുതൽ വർഷങ്ങളുടെ പ്രണയത്തിന് ശേഷം തമന്നയും വിജയും സൗഹാർദ്ദപരമായി വേർപിരിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വേർപിരിയലിന് ശേഷം അവർ നല്ല ബന്ധത്തിൽ തുടരുകയും സുഹൃത്തുക്കളായി തുടരാൻ പദ്ധതിയിടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ തമന്ന പ്രണയത്തെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള തന്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, പ്രണയം എപ്പോഴും ഏകപക്ഷീയമാണ്. പ്രണയത്തിനും ബന്ധങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം അവർ ഊന്നി പറഞ്ഞു. സ്നേഹം നിരുപാധികമായിരിക്കുമെങ്കിലും ബന്ധങ്ങൾക്ക് പരസ്പര പരിശ്രമവും പ്രതിബദ്ധതയും ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. വിജയ് വർമ്മയുമായുള്ള ബന്ധത്തിന് മുമ്പ് 2012 തമന്നയെ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുമായും 2017 പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം അബ്ദുൾ റസാഖുമായും ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നിരുന്നു. എന്നിരുന്നാലും ഈ ബന്ധങ്ങൾ മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കൂടാതെ തമന്ന തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് നിരന്തരം സ്വകാര്യ നിലപാട് പുലർത്തിയിട്ടുണ്ട്. തന്റെ കരിയറിൽ ഉടനീളം തമന്ന ഭാട്ടിയ തന്റെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി. ഇന്ത്യയിലെ വിവിധ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രശംസകളും നേടി. തമന്നയും വിജയും വീണ്ടും ഒന്നിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. തമന്നയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. കൂടുതൽ സെലിബ്രിറ്റി ഗോസിപ്പുകൾക്കും ട്രെൻഡിംഗ് വാർത്തകൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.